ഹലോ, ഇതൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ്. ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ. ഉച്ചക്കൊരു മഴയൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴ. ഇന്ന് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനതും കൂടെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല വിശപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നോക്കുമ്പം ചെറുപഴം ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പഴം പച്ചയായപ്പോൾ വെട്ടിയതാണ്. അത് പഴുത്തതാണ് കേട്ടോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ കൊടുത്തു. എന്നിട്ടും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കും. എന്നിട്ടും ബാക്കിയായപ്പോൾ ഞാനത് ചെന്ന് വിചാരിച്ചു ഒന്ന് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ പഴം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് മൈദയും ഇതും കൂടെ കൂട്ടിയിട്ട് ഉണ്ട പോലെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ പറയുക. എന്തെങ്കിലും വേറെ ഇതിന് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ചെറുപഴവും മൈദയും കൂടെ കൂട്ടിയിട്ടുള്ളൊരു ഉണ്ട. ചെറുപഴവും മൈദയും അതേപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് വെച്ചിട്ട് ആദ്യം ഞാൻ ചെറുപഴം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആണ് മൈദ ഇട്ടത്, ബാക്കിയുള്ളതൊക്കെ ഇട്ടത്. അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ അത് എണ്ണയിലിട്ട് പൊരിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുക. എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. എനിക്കും പനി പിടിച്ചു മക്കളെ, എനിക്കും പനി പിടിച്ചു. മോൾക്ക് പനി പിടിച്ചു ആദ്യം, അത് കഴിഞ്ഞ് എനിക്ക് പിടിച്ചു, പിന്നെ കാക്കൂനും ഇതിൻ്റെ ഇടയ്ക്ക് പനി പിടിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു ശോകമായിരുന്നു. എൻ്റെ പനി ഏറെക്കുറെ മാറി, മോളതും മാറി. മോൾക്ക് കഫക്കെട്ട് ഉണ്ട് കേട്ടോ. അത് മാറി വരുന്നേ ഉള്ളൂ. നല്ല ചുമയും കഫക്കെട്ടും ഉണ്ട്. മരുന്ന് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനിപ്പോൾ പതുക്കെ മാറുണ്ടാവുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും പനിയുണ്ട് അല്ലേ, പൊതുവേ പനിയുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഒരു വൈറൽ പനി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മതി പിന്നെ എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ചെറിയ മാറ്റമുണ്ട്. എനിക്കും പനിയൊക്കെ മാറി കേട്ടോ. എന്നാലും മേലും കൈയും വേദനയൊക്കെ ഉണ്ട് കേട്ടോ. പനി പിടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല മേലും കൈയും വേദന, ചുമ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു തട്ടിമുട്ടിയിട്ടൊക്കെ. എന്നാലും കുഴപ്പമില്ല, മാഷാഅല്ലാഹ് അങ്ങനെ റെഡിയായി വരുന്നുണ്ടൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയ മാറ്റമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കടി ഉണ്ടാക്കൽ ഏറെക്കുറെ ഇവിടെ തീർന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ കരിഞ്ഞതാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കളറ് ഈ പഴം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനത്തെ കളറ് വരുന്നതാണ്. അപ്പം ഏറ്റവും കുറച്ച് ഇതിൽ തന്നെയാണ് തീ ഇട്ടിട്ടുള്ളത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കരിഞ്ഞതല്ല കേട്ടോ. കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, വെറുതെ വേസ്റ്റായി പോവും. ഇപ്പോൾ കുറച്ച് തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ, കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് തന്നെ ഇപ്പം കഴിച്ച് തീർക്കണം. കാക്കൂനൊന്നും കണക്കാക്കാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോഴേ എന്തെങ്കിലും കഴിക്കുള്ളൂ. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കും, എന്തെങ്കിലും കടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും കഴിക്കും. അങ്ങനെ ഇതിനിടയിൽ മോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. മോളവിടെ നിന്ന് ഓരോ പൊട്ടിത്തിരിപ്പ് കാട്ടുന്നുണ്ട് അവളുടേതായിട്ടുള്ള രീതിയിൽ. അങ്ങനെ കടി ഉണ്ടാക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ കോഴീനൊക്കെ കൂട്ടിലാക്കി ഞാനും മോളും കൂടെ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അങ്ങനെ കളിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.